നമ്മളെപ്പോഴും ഈ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്, ഈ SWOT അനാലിസിസ് എന്ന് പറയുന്നൊരു സംഭവം കൂടുതലും ഒരു CV ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അല്ലേ? നമ്മൾ എന്നിട്ട് അപ്പോൾ നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്ട്രെങ്ത് ആയിട്ടും വീക്ക്നെസ് ആയിട്ടും വെക്കും. പക്ഷെ ആക്ച്വലി നമ്മളിത് ചെറുപ്പത്തിലേ നമ്മുടെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിന് വേണ്ട കറക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയി അതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ പാരൻസ് എപ്പോഴും പലതരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾക്ക് പാരൻസിന് തന്നെ അനലൈസ് ചെയ്യുന്ന ടെക്നിക്സുകളുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് കുട്ടികളുടെ സ്ട്രെങ്ത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, വീക്ക്നെസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വേണ്ട സിറ്റുവേഷൻസ് ഒരുക്കി കൊടുത്തിട്ട് ഇത് ശരിക്കുമുള്ളൊരു വീക്ക്നെസ് തന്നെയാണോ, അത് ഓവർകം ചെയ്യാൻ ആ കുട്ടിക്ക് സെൽഫായിട്ട് പറ്റുന്നുണ്ടോ, അത് വേറൊരു ഹെൽപ്പ് വേണോ, മറ്റുള്ളവരുടെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. വേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ട പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി ഹെൽപ്പ് സീക്ക് ചെയ്ത് അത് കറക്റ്റീവായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്.